മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ വിഭജനം എങ്ങും എത്തിയില്ല. നാടിന് കാവലാവേണ്ടവർ ജോലിഭാരത്താൽ നട്ടം തിരിയുമ്പോഴും സ്റ്റേഷൻ വിഭജനം എന്നത് ഇന്ന് കടലാസിൽ സുഖനിദ്രയിലാണ്. വിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇടപെടൽ ഉണ്ടായെങ്കിലും തുടർ നടപടികളൊന്നും വന്നില്ല. ഇനി പുതിയ സർക്കാരിലാണ് നിയമപാലകരുടെ പ്രതീക്ഷ. ജില്ലയിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനാണ് മട്ടന്നൂരിലേത്. 6 വില്ലേജുകളിലായി മട്ടന്നൂർ നഗരസഭ, കീഴൂർ, കൂടാളി പഞ്ചായത്തുകൾ, ഇരിട്ടി നഗരസഭയിലെ 18 വാർഡുകൾ എന്നിവയടങ്ങുന്നതാണ് മട്ടന്നൂർ സ്റ്റേഷന്റെ പരിധി. ഇതിനനുസരിച്ച് ആൾബലമില്ലാത്തതും ജോലിഭാരം കൂടുതലുള്ളതും കണക്കിലെടുത്താണ് സ്റ്റേഷൻ വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷുഹൈബ് കൊലക്കേസ് ഉൾപ്പെടെ കൊലപാതകങ്ങളും 19-ാം മൈലിൽ ഇതര സംസ്ഥാനക്കാരായ അച്ഛന്റെയും മകന്റെയും ജീവനെടുത്തതുൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ കേസുകളും ആയുധം പിടികൂടിയതും രാഷ്ട്രീയ സംഘർഷങ്ങളും തുടങ്ങി ഒട്ടുമിക്ക കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേഷൻ കൂടിയാണ് മട്ടന്നൂർ. സ്റ്റേഷനിൽ കൂടുതൽ നിയമനങ്ങൾ വേണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വകുപ്പുതല നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും വേണ്ടത്ര നിയമനങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. 63 സ്കൂളുകൾ, 2 കോളേജുകൾ, 12 ഹോസ്പിറ്റലുകൾ കൂടാതെ പ്രധാന അമ്പലങ്ങളും മോസ്കുകളും ചർച്ചുകളും ഉൾപ്പെടെ 40ഓളം ആരാധനാലയങ്ങളും സ്റ്റേഷന് കീഴിലുണ്ട്. അടുത്ത കാലത്തായി കോളേജുകളിലെ സംഘർഷങ്ങൾ തെരുവുകളിലേക്ക് നീങ്ങുന്ന കാഴ്ചയും മട്ടന്നൂർ സ്റ്റേഷൻ പരിധിയിൽ കാണാറുണ്ട്. ഇതിനിടെ വിമാനത്താവളം കൂടെ വന്നതോടെ ജോലിഭാരം വീണ്ടും വർദ്ധിച്ചു. വിമാനത്താവള സ്റ്റേഷൻ ഉണ്ടെങ്കിലും VIP യാത്രകളിൽ മട്ടന്നൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി സുരക്ഷ ഒരുക്കേണ്ട ചുമതലയുണ്ടാകും. കൂടാതെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വാഹനത്തിരക്കും ക്രമാതീതമായി വർദ്ധിച്ചു. നഗരത്തിൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകുന്ന ഗതാഗത കുരുക്കഴിക്കാനും പ്രധാന സ്കൂളുകൾക്ക് സമീപം വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായും പോലീസ് വേണം. അങ്ങനെ എടുത്താൽ തീരാത്തത്ര ജോലിഭാരം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് സ്റ്റേഷൻ വിഭജനം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ചാവശ്ശേരി വില്ലേജിൽ ഉൾപ്പെടുന്ന ഇരിട്ടി നഗരസഭയിലെ 18 വാർഡുകളും എയർപോർട്ട് സ്റ്റേഷൻ പരിധിയിൽ കീഴൂർ പഞ്ചായത്തിലെ ഭാഗങ്ങളും ചേർത്ത് സ്റ്റേഷൻ വിഭജനം നടത്തണമെന്ന നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലുണ്ടായിരുന്നത്. ഇതിനായി ചാവശ്ശേരിയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാമെന്നായിരുന്നു നിർദ്ദേശം. ചാവശ്ശേരിയിൽ പോലീസ് സ്റ്റേഷന് പറ്റിയ കെട്ടിടങ്ങൾ പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ഏതാനും കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ടും നൽകിയിരുന്നു. ആദ്യം താൽക്കാലിക കെട്ടിടത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച ശേഷം പിന്നീട് സ്വന്തം കെട്ടിടം നിർമ്മിച്ച് അവിടേക്ക് മാറാമെന്നായിരുന്നു ലക്ഷ്യം. പോലീസ് സ്റ്റേഷന് വേണ്ടി ചാവശ്ശേരിയിലുള്ള റവന്യൂ വകുപ്പിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിനുൾപ്പെടെയുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ഇവയെല്ലാം ഇന്നും കടലാസുകളിൽ മാത്രമാണ്. പുതിയ സർക്കാരെങ്കിലും പോലീസ് സ്റ്റേഷൻ വിഭജനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നിയമപാലകരും ജനങ്ങളും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.